ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ചിക്കൻ നഗറ്റ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് റസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ റസ്ക് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് എടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, നമ്മൾ എടുത്തിട്ടുള്ള റസ്കോ അല്ലെങ്കിൽ ബ്രെഡോ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കിലോളം ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ റസ്ക് പൊടിച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറാണ് കേട്ടോ. അപ്പോൾ അതാണ് ആ പൊടികൾ കാണുന്നത്. കണ്ടില്ലേ, റസ്ക് പൊടി നല്ല പോലെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് റസ്ക് പൊടിയാണ് ഞാനിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ കണക്കനുസരിച്ച് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ക്രഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചിക്കൻ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ചിക്കൻ മാത്രം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റസ്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം 1/4 കപ്പോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടകത്തിനേക്കാൾ നല്ലത് റസ്ക് പൊട്ടിട്ടതിന് ശേഷം മിക്സ് ചെയ്യാൻ നല്ലത് കൈകൊണ്ട് തന്നെയാണ്. അപ്പോൾ കൈ കൊണ്ടാകുമ്പോഴാണ് കറക്റ്റ് മിക്സിങ് ശരിയാവുള്ളൂ. അതിന് ശേഷം നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. ഈ റസ്ക് പൊടിയും ചിക്കനും നല്ലപോലെ ഒന്ന് കൂടിച്ചേർന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് അത്യാവശ്യത്തിന് കൂട്ടുള്ള കാരണം 2 ഭാഗമായിട്ടാണ് ഞാൻ മിക്സിയിൽ ജാറിലിട്ട് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരുടെയും മിക്സിയിലെ ക്രഷ് ചെയ്തെടുക്കണ കുഞ്ഞേ ജാറില്ലേ, അത് ഇച്ചിരി ചെറുതല്ലേ, അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് കൊള്ളില്ല അതില്ലേ, അപ്പോൾ ഓവർലോഡാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പകുതിയായിട്ട് അടിച്ചെടുക്കണം നല്ലത്. ഇത് പകുതി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത പോർഷനും കൂടിയും അടിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അതും ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, തീരെ വെള്ളത്തിൻ്റെ അംശമില്ല, എന്നാൽ ചെറിയൊരിതുണ്ട്. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത്. അപ്പോൾ ഈ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഇത് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പെർഫെക്ഷനിലാണ് നമുക്ക് ചിക്കൻ നഗറ്റ്സിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ എടുത്തിട്ടൊരു ബോൾ പിടിക്കുക വെച്ചാൽ ആ ഒരു ബോളിൻ്റെ ഷേപ്പിൽ തന്നെ വന്നോളും. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കട്ടിംഗ് പാഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിംഗ് പാഡ് ഉണ്ടെങ്കിൽ അതിങ്ങനെ വെക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ സ്ലാബില്ലേ, അടുക്കളയിലത്തെ സ്ലാബ് നല്ലപോലെ തുടച്ചിട്ട് അവിടെ വെച്ചിട്ട് ചെയ്താലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പിന്നെ ഓയിലായാലും എടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കട്ടിങ് ബോർഡിൻ്റെ ആ ഒരു ഷേപ്പിനാണ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ നഗറ്റ്സിൻ്റെ ഈ മിക്സ് ഞാൻ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കത്തി എടുക്കുക. കത്തിയുമേ ഇതേപോലെ വെളിച്ചെണ്ണ പറ്റി കൊടുക്കുക. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ പറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, കൈ മുറിയരുത്. ഇനി നിങ്ങൾക്ക് ഇത് കറക്റ്റ് റെക്റ്റാങ്കിളായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 4 സൈഡിൽ നിന്നും കുറേശ്ശെ മുറിച്ച് മാറ്റിയിട്ട് എടുത്താൽ മതി. കറക്റ്റ് റെക്റ്റാങ്കിളായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ വീട്ടിലേക്കാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് നോക്കാം.
അപ്പോൾ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നഗറ്റ്സിൻ്റെ ഓരോ പീസുകൾ ഇതിനൊരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. പ്ലേറ്റിലേക്ക് വെക്കുന്നതിന് മുന്നേ പ്ലേറ്റിൽ ഒന്ന് വെളിച്ചെണ്ണ കൊണ്ട് ഒന്ന് പൊറ്റി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മളിത് വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും ഈ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ട് ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ചിക്കൻ നഗറ്റ്സിൻ്റെ മുറിച്ച് വെച്ചിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് അത് മുട്ടയിലേക്ക് മുക്കി കൊടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള റസ്ക് പൊടി അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് പൊടിച്ച് വെച്ചത് അതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം ചൂടായി കിടക്കണ ഓയിൽ, ഒന്നില്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റസ്ക് പൊടിയിൽ മുക്കിയിട്ടുള്ള ഈ ചിക്കൻ നഗറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ 5 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ സൈഡ് ആവുന്നതനുസരിച്ച് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് വറുക്കണത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന് എണ്ണ പിടിക്കാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പാൻ്റെ അടുത്ത് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ ആയിട്ടുണ്ട്. ഞാനിത് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ നഗറ്റ്സ് കൂടിയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിക്കാനും വളരെയധികം ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എത്ര പറഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിലൊക്കെ നാശാവാണ്ടിരിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടാവും. ഒരു പരിധി വരെ അതൊന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ണികൾക്കും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ബർഗറിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നഗറ്റ്സ് വെച്ചിട്ട് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഷേപ്പിൽ വേണ്ട എന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. വല്ല പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പം കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഇതിന് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇനി നമുക്ക് ഇത് 2 മാസത്തോളമൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ റസ്ക് പൊടിയിൽ മുക്കിയതിന് ശേഷം നല്ല എയർ ടൈറ്റുള്ള പാത്രം എടുക്കുക. അതിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയ ഈ നഗറ്റ്സ് ഇല്ലേ, അത് ആദ്യത്തെ ലെയറായിട്ട് ഇങ്ങനെ വെക്കുക. അതിന് മുകളിൽ വീണ്ടും ടിഷ്യൂ ഇടുക. എന്നിട്ട് വീണ്ടും ഇതേ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ഈ റസ്ക് പൊടിയിൽ വെച്ചിട്ടുള്ള ബാക്കിയുള്ളതും ഇങ്ങനെ വെക്കുക. അപ്പോൾ ഓരോ ലെയർ കഴിയുമ്പോഴും ടിഷ്യൂ വെക്കുക. ഏറ്റവും മുകളിലും ടിഷ്യൂ വെക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജ് ഓഫാക്കിയൊന്നും ചെയ്യരുത്. 2 മാസത്തോളം കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ നഗറ്റ്സ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം, മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.